ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കാതെ പൊന്നാനിയിലെ ടേക്ക് എ ബ്രേക്കുകൾ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്ഘാടനം ചെയ്ത പൊന്നാനി KSRTCക്ക് സമീപത്തെ വഴിയോര വിശ്രമ കേന്ദ്രവും പൊന്നാനി കുണ്ടുകടവിലെ ടേക്ക് എ ബ്രേക്കും ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അടച്ചിട്ട നിലയിൽ. നിരവധി യാത്രക്കാർ ദിനംപ്രതി ഉപയോഗിക്കുന്ന പൊന്നാനി KSRTC സബ് ഡിപ്പോയ്ക്ക് സമീപം നഗരസഭ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകാത്തത്. ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന സന്ദേശമുയർത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ KSRTC ഡിപ്പോയ്ക്ക് മുൻവശത്ത് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കേന്ദ്രത്തിലേക്ക് ആവശ്യമായ വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെ സജ്ജമാണെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ അടച്ചിട്ടു. KSRTC സ്റ്റാൻഡെത്തുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശുചിമുറി, വിശ്രമമുറി എന്നിവ ഉൾപ്പെട്ടതാണ് വഴിയോര വിശ്രമ കേന്ദ്രം. കേന്ദ്രം നടത്തിപ്പിന് വേണ്ടിയുള്ള ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം ദിവസങ്ങൾ മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. പ്രവർത്തനം ആരംഭിച്ചതോടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകിയതോടെ പുതിയ ടാങ്ക് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കുണ്ടുകടവ് ജംഗ്ഷനിലും സമാനമായ സാഹചര്യമാണ്. ചെറിയ ടാങ്കുകൾ നിർമ്മിച്ചതിനാൽ സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞൊഴുകി അടച്ചുപൂട്ടുകയായിരുന്നു. രണ്ടിടത്തും വലിയ ടാങ്കുകൾ നിർമ്മിച്ച പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് തീരുമാനം. എന്നാൽ മെയ് 4-ന് ശേഷമേ പ്രവൃത്തികൾ നടക്കുകയുള്ളൂ. അതെ, ഏറ്റവും വലുത് ഫാമിലിയാണ്. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി. തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ.